ഇക്കുറി കേരള നിയമസഭയിൽ ഒരു സിനിമ തന്നെയുണ്ട്. അതെ, ഒരേ ഒരു സിനിമയാണ് രമേഷ് പിഷാരടി രമേഷ് മാത്രം. പിഷാരടി. രമേഷ് പിഷാരടിക്ക് മാത്രമാണ് ഇക്കുറി ജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ മുകേഷും ഗണേഷ് കുമാറും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ സിനിമ സെലിബ്രിറ്റികളുടെ വംശം അറ്റുപോയി ഒറ്റയാളിലേക്ക് ചുരുങ്ങിയിരിക്കും. മാത്രമല്ല, കഴിഞ്ഞ 25 വർഷമായി സഭയിലുണ്ടായിരുന്ന കെ ബി ഗണേഷ് കുമാർ ഇല്ല എന്നുള്ള പ്രത്യേകത. ഇതിനകത്ത് ന്യൂജൻ സിനിമാ താരങ്ങൾ, അതുപോലെ സെലിബ്രിറ്റികൾ അങ്ങനെ കൂടുതലും കൊണ്ടുവന്ന് നിർത്തിയത് NDA ആണ് 2020. അതെ. അപ്പോൾ അതിൽ കുണ്ടറയിൽ റോബിൻ രാധാകൃഷ്ണൻ, അവിടെ ബിഗ് ബോസ് താരം, പിന്നെ അഞ്ജലി നായർ തൃപ്പൂണിത്തുറയിൽ. റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസ് നാട്ടുകാരുടെ മുഴുവൻ ഭയങ്കര ഇതിൻ്റെ ന്യൂജൻകാർ ഒരുപാട് ഇയാളുടെ പുറകെ അലറി വിളിച്ച് നടക്കുന്ന ഒരു സീനൊക്കെ പണ്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ നടി അഞ്ജലി നായർ തൃപ്പൂണിത്തറയിൽ. പിന്നെ ഉള്ളതാരാ? പിന്നെ അരുവിക്കര മണ്ഡലത്തിൽ വിവേക് ഗോപൻ. അതുപോലെ പിന്നെ മേജർ രവി. അതെ, അത് നടന സംവിധാനം എല്ലാമാണ്. മേജർ രവി എന്നിങ്ങനെ ഒരു പറ്റം സുധീർ കരമന തിരുവനന്തപുരത്ത്. അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇവരുടെ പ്രകടനം നമ്മൾ നോക്കുകയാണെങ്കിൽ മത്സരം നടക്കുന്നതിന് മുമ്പ് തന്നെ MLA ആയി എന്ന് പ്രഖ്യാപിച്ച ആളാണ് അഞ്ജലി നായർ. പറയുമ്പോൾ എല്ലാവരും വിചാരിച്ചു ഇവരുടെ കിളി പോയതായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. ഈ അഞ്ജലി നായർ ചക്കയുടെ കാര്യം, ചക്കയെക്കുറിച്ച് പറയുന്നു. താമര കാണും. അതെ, ചക്കയെന്ന് പറഞ്ഞാൽ താമരയാണെന്നൊക്കെ പറഞ്ഞു വെച്ചു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അഞ്ജലി നായർ നല്ല വോട്ട് പിടിച്ചു. കാരണം കഴിഞ്ഞ തവണ KS രാധാകൃഷ്ണൻ തൃപ്പൂണിത്തുറ 21,000-22,000 വോട്ടാണ് പിടിച്ചത്. ഇത്തവണ അഞ്ജലി നായർ 29,500 സംതിങ്. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJP ആണെന്ന് തോന്നുന്നു. അതെ, അത് അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇതിപ്പം BJP അതിന് സ്ഥാനാർത്ഥി നിർണയത്തിൽ അവർക്കൊരു പിഴവ് പറ്റി. തൃപ്പൂണിത്തുറ പോലൊരു A ക്ലാസ് മണ്ഡലം 2020 പോലെ ഒരു ഘടകകക്ഷിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇതുപോലത്തെ ആളുടെ സ്ഥാനാർത്ഥിയും കൂടെ ആക്കുക എന്ന് പറഞ്ഞാൽ ഒരു ധാരണയിൽ ലോകത്തുള്ള ഒരു കാര്യത്തെ കുറിച്ച് ധാരണയില്ലാത്ത കുറച്ച് വെച്ച് സ്ഥാനാർത്ഥിയാക്കുക. ഇവർക്ക് എന്ത് സാമൂഹ്യ പ്രതിബദ്ധതയാണുള്ളത് ഈ സമൂഹത്തോട്? ഒരു പ്രതിബദ്ധതയില്ല പലർക്കും. നമ്മൾ അത് പറയുമ്പം അഞ്ജലി നായർ അത്ര വോട്ട് പിടിച്ചു, ഒന്നുമില്ലാഞ്ഞിട്ട് പോലും അവർ അത്ര വോട്ട് പിടിച്ചു. അപ്പം അതെന്താണ്? പാർട്ടി വോട്ട്. പാർട്ടി വോട്ടാണത്. പിന്നെ അവരോടുള്ള ഇഷ്ടം തോന്നി കുറേ പേര് വോട്ട് ചെയ്തിട്ടുണ്ടാവും. സീരിയലൊക്കെ കണ്ടിട്ടുള്ള സിനിമയിലും ഒക്കെ കണ്ടതുകൊണ്ട് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ആ രീതിയിൽ കുറേ വോട്ടുകൾ വന്നു കാണും. ബാക്കി കുറേ വോട്ടുകൾ പാർട്ടിയുടെ വോട്ടുകൾ തന്നെയാണ്. തൃപ്പൂണിത്തുറ പോലെ BJP ഭരിക്കുന്ന നഗരസഭയുള്ള സ്ഥലത്താണെന്ന് ഓർത്തോണം. പക്ഷേ അപ്പോഴും നമ്മൾ മറ്റൊരു കാര്യം കൂടെ ഓർക്കണം. തൃപ്പൂണിത്തുറ കോൺഗ്രസിൻ്റെ പൊന്നാവരം കോട്ടയം. അത് അസംബ്ലി മണ്ഡലം ഒരു തവണ എങ്ങാണ്ട് ഇയാൾ ജയിച്ചല്ലേ, സ്വരാജ് ജയിച്ചു. അത് അന്ന് കെ ബാബുവിനെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴാണ്. പക്ഷേ കഴിഞ്ഞ വർഷം ബാബു അത് തിരിച്ചു പിടിക്കുകയും ചെയ്തു. അദ്ദേഹം ഇനി മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറി. പകരം ദീപക് ജോയിയെ നിർത്തി. ദീപക് ജോയി പേര് കേൾക്കും നമ്മൾ വിചാരിക്കും ക്രൈസ്തവ സമുദായാംഗമാണെന്ന്. അദ്ദേഹം SNDP കാരനായിരുന്നു. അങ്ങനെ എന്തായാലും ആ കോട്ട നിലനിർത്തി. UDFന്റെ ആ കോട്ട, തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന കോട്ട അദ്ദേഹം നിലനിർത്തി, ദീപക് ജോയി നിലനിർത്തി. അപ്പോൾ അതിനിടയിൽ സംഭവിച്ചതാണ് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള അഞ്ജലി നായർ. ഞാൻ തന്നെ ഇപ്പോഴേ MLA എന്ന് എല്ലാവരും വിളിക്കുന്നതെന്നാണ് എന്നും നന്മകൾ എന്ന സിനിമയിൽ തോറ്റ MLA എന്നും പറഞ്ഞൊരു കഥാപാത്രമുണ്ട് ഇദ്ദേഹത്തിൻ്റെ. അതുപോലെ തോറ്റ MLA ആണെങ്കിൽ പോലും ഈ അഞ്ജലി നായർ അങ്ങനെ അവിടുത്തെ MLA ആയിട്ട് സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരി നിറഞ്ഞു നിന്ന് ട്രോളാണെങ്കിൽ പോലും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, ഇങ്ങനെ മത്സരിച്ചവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിയത് അല്ലെ വോട്ട് പിടിച്ചത് മേജർ രവി ഒറ്റപ്പാലത്താണ്. ഒറ്റപ്പാലത്ത് എനിക്ക് തോന്നുന്നു മേജർ രവി അല്ല വേറൊരു NDA കാൻഡിഡേറ്റ് ആയിരുന്നു ചിലപ്പോൾ ഈ PK ശശി കടന്നുകൂടിപ്പോയി. മേജർ രവിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ നേരത്തെ തന്നെ ഇത്തരം സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരാളാണ്. അദ്ദേഹം ആ വിഷയങ്ങൾ പ്രതികരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു മുൻപരിചയം ഉണ്ടെന്ന് പറയാം ഈ മേഖലയിൽ മറ്റു പല അപേക്ഷിച്ച്. മേജർ രവി ഒരേ സമയം രാഷ്ട്രീയക്കാരനും ഒരേ സമയം സിനിമാ നടനും സിനിമാ സംവിധായകനും ഒക്കെയാണ്. തിരക്കഥാകൃത്താണ്. അദ്ദേഹം എഴുതിയ സിനിമയെല്ലാം അദ്ദേഹം തന്നെയാണ് എഴുതിയത്. അദ്ദേഹം ഇറക്കിയ സംവിധാനം ചെയ്ത സിനിമകളെല്ലാം. അപ്പം മേജർ രവി 42,500 വോട്ടാണ് അവിടെ. ചെറിയ കാര്യമല്ല അത്. 6 ലക്ഷത്തോളം വോട്ട് പിടിച്ചിരിക്കുന്നു ഏതാണ്ട്. അപ്പോൾ പിന്നെ ഏറ്റവും ഞെട്ടിക്കുന്ന തോൽവി എന്ന് പറയുന്നത് ഗണേഷ് കുമാർ ഒരിക്കലും തോൽക്കില്ല എന്ന് ഗണേഷ് കുമാർ വിചാരിച്ചു. കാര്യം 25 വർഷമൊക്കെ ഒരു മണ്ഡലത്തിലെ MLA ആയിരിക്കുമ്പോൾ
തീർച്ചയായിട്ടും അവർക്കൊരു ആത്മവിശ്വാസം വരും. രണ്ട് മുന്നണിയിലും നിന്ന് പുള്ളി ജയിച്ചു എന്നുള്ളതാണ്. അവിടെ പുള്ളിയുടെ ഫാദർ കൊട്ടാരക്കര തോൽക്കുന്നുണ്ട്. അതെ, അപ്പോഴും ഇദ്ദേഹം ജയിക്കുന്നുണ്ട്. പത്തനാപുരത്ത് ഗണേഷ് കുമാർ ജയിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഗണേഷ് കുമാർ തോറ്റോടെ ആ ഒരു പാർട്ടി ഇവിടെ ഇല്ലാതായി. അതെ, ഗണേഷ് കുമാറാണ് പാർട്ടിയാണ് ഗണേഷ് കുമാർ. ഗണേഷ് കുമാറിന് ഈ പാർട്ടി വളർത്തണമെന്നോ ഇതിന് സംസ്ഥാന കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ ഉണ്ടാകുന്നത്, ഗണേഷ് കുമാറിനൊരു പാർട്ടി വേണം, അതുകൊണ്ടൊരു പാർട്ടി കേരള കോൺഗ്രസ് ബി എന്നും പറഞ്ഞ് കൊണ്ടു നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് ഗണേഷ് കുമാർ ഈ പരിപാടി നടത്തുന്നതോടെ ഇനി അദ്ദേഹം രാഷ്ട്രീയത്തിനകത്തൊന്നും നിൽക്കില്ല. അദ്ദേഹത്തിൻ്റെ പതിവ് പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകത്തേ ഉള്ളൂ. സിനിമയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ പാർട്ടി ഇല്ലാതായിപ്പോൾ. അല്ല, നമ്മുടെ പല ഇത്തരം സെലിബ്രിറ്റീസ്, ഇപ്പോൾ ഗണേഷ് കുമാറും ഒക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തെ ജനിച്ചാറാണ്, അങ്ങനെയൊക്കെ ബന്ധമൊക്കെ ഉണ്ട്. ഈ വേറെ വെറുതെ സെലിബ്രിറ്റീസാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ താരങ്ങളാണ്, ബിഗ് ബോസിൽ വന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഖിൽമാരാരെയൊക്കെ പോലെ. അഖിൽമാരാരെ നമ്മൾ വിട്ടുപോയി. അഖിൽമാരാര് തൃക്കാക്കരയില്ലേ? തൃക്കാക്കരയിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞു. എത്ര വോട്ട് കിട്ടി? 20,000 വോട്ട്. വളരെ തുച്ഛമായ വോട്ട് കിട്ടിയുള്ളത്. തുച്ഛമായ വോട്ടാണ് അഖിൽമാരാർ കിട്ടിയത്. അഖിൽമാരാറിന്റെ വാചകോടി അത്രയ്ക്കൊന്നും അല്ലായിരുന്നു. അഖിൽമാരാർ അവിടെ അങ്ങനെ പോയി. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട, നമ്മൾ പരാമർശിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആള് രമേശ് പിഷാരടി. രമേശ് പിഷാരടി കഴിഞ്ഞ വർഷം ധർമ്മജനെ മത്സരിപ്പിച്ചിട്ട്, ധർമ്മജന് വേണ്ടി, എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് ധർമ്മജൻ എന്നും പറഞ്ഞ അദ്ദേഹത്തിന് വേണ്ടി ബാലുശ്ശേരിയിലൊക്കെ മാത്രമല്ല, ഈ രമേശ് പിഷാരടിക്കുള്ള ഒരു പ്രത്യേകത, അത് താൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറയുന്നതിൽ യാതൊരു നാണക്കേടുള്ള ആളല്ല. സാധാരണ ഒരു കലാകാരനിലും ബുദ്ധിജീവിക്കായി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞത് മോശമാണ്. അവൻ പറയും ഞാൻ ഇടതുപക്ഷ സൈദ്ധാന്തിയാണെന്നേ പറയുള്ളൂ. പക്ഷേ നമ്മൾ രമേശ് പിഷാരടിയിലെ രാഷ്ട്രീയക്കാരനെ പലതവണ കണ്ടു, ഇല്ലേ? അതായത് ഈ ശോഭയുടെ വിഷയം ഉണ്ടാകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇതിനകത്തൊന്നും പറയാൻ പറ്റില്ല, ഞാനിപ്പോൾ സ്ഥാനാർത്ഥിയാണ്, മാത്രമല്ല ഇലക്ഷൻ ചട്ടം നീക്കുകയാണ്, അതുകൊണ്ട് ഞാൻ പറയത്തില്ല. പിന്നെ അദ്ദേഹത്തെ അപമാനിച്ച ആരായിരുന്നു? അദ്ദേഹത്തിനെതിരെ തോമസ് ഐസക് അദ്ദേഹത്തിൻ്റെ കലയെയും പിന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ, അപഹസിക്കുന്ന രീതിയിൽ പറഞ്ഞു. അവസാനം തോമസ് ഐസക്കിനെ തന്നെ അത് പിൻവലിക്കേണ്ടി വന്നു. അതിന് അദ്ദേഹം കൃത്യമായ മറുപടിയും കൊടുത്തു. അതാണ് കൃത്യമായി തൻ്റെ നിലപാട് എല്ലായിടത്തും ഈ പിഷാരടി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. കൂടാതെ BJPയുടെ വനിതാ നേതാക്കളെ കുറിച്ച് അദ്ദേഹത്തെ വളഞ്ഞു വെച്ചല്ലോ. അന്നും അദ്ദേഹം വളരെ കൂളായിട്ടാണ് പ്രതികരിക്കുക, ഷൗട്ട് ചെയ്യുകയൊന്നും ചെയ്തില്ല. വളരെ സൗമ്യമായ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു അദ്ദേഹം. പിഷാരടിയുടെ ഏറ്റവും വലിയ ഗുണം എന്താ പറയുക, അയാളൊരു സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്. എന്ന് വെച്ചാൽ ഓൺ ദ സ്പോട്ട് കോമഡി ഉണ്ടാക്കുന്നതാണ്. ആ കോമഡിയിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ട് വെക്കുമ്പോൾ രാഷ്ട്രീയം പറയുമ്പോൾ ഈ കോമഡിയിലൂടെ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം കേട്ട ഇന്നസെൻ്റ് പറയുന്ന പോലെ തന്നെ ആർക്കും നോവുകയില്ല, ആരെയും കുത്തത്തുമില്ല. പക്ഷെ നല്ല കൃത്യമായിട്ട് രാഷ്ട്രീയം പറയും. എന്തായാലും പിഷാരടി എടുത്തണിഞ്ഞ് ആ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു വേഷം അവിടെ വിജയിച്ചു. അതിനൊപ്പം തന്നെ ഇവരുടെ വോട്ടിന് നോട്ടെന്നുള്ള സംഭവം വന്നു. അതുകൊണ്ട് തന്നെ ഏതാണ്ട് രാഹുൽ മാങ്കൂട്ടം പിടിച്ച അത്രയും തന്നെ വോട്ട് നന്നായി നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കാൻ പിഷാരടിക്ക് കഴിഞ്ഞെന്നുള്ള ചെറിയ കാര്യമല്ല. നമ്മൾ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രേം നസീർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ അദ്ദേഹം മത്സരിച്ചില്ല. 87 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അദ്ദേഹം സജീവമായിട്ട് എല്ലാ മണ്ഡലത്തിലും പോയി എന്നുള്ളതല്ലാതെ അദ്ദേഹം മത്സരിച്ചില്ല. അതിനാൽ അദ്ദേഹം ബുദ്ധിപൂർവ്വം എടുത്തൊരു തീരുമാനമാണ്. സിനിമാക്കാര് അല്ലെങ്കിൽ കവികൾ, സാഹിത്യകാരന്മാരെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ONV കുറുപ്പ്, ലെനിൻ രാജേന്ദ്രന്, അങ്ങനെ ഒത്തിരി മുരളി ഒരു തവണ ജയിച്ചു. മുരളി ജയിച്ചില്ല, സുധീരനോട് തോറ്റു. അതുപോലെ കടമ്മനിട്ട രാമകൃഷ്ണൻ ഒരു തവണ ജയിച്ചു. രാജേന്ദ്രൻ ഡോക്ടർ KR നാരായണനെതിരാണ് മത്സരിച്ചത്. അതെ, പിന്നീട് രാഷ്ട്രപതിയായി മാറിയ. അപ്പൊ ഇങ്ങനെ ഇന്നസെന്റ് മത്സരിച്ചു. അപ്പൊ ഇന്നസെന്റ് ഒരു തവണ ജയിച്ചു, രണ്ട് തവണ, ഒരു തവണ ജയിച്ചു. അടുത്ത തവണ അദ്ദേഹം പരാജയപ്പെട്ടു. അതുപോലെ മുകേഷ്, ജഗദീഷ് മത്സരിച്ച് പരാജയപ്പെട്ടു. ഭീമൻ രഘു മത്സരിച്ച് പരാജയപ്പെട്ടു. സിനിമാ താരങ്ങളെ വെച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് പേര് മത്സരിച്ച് പരാജയം. രാമുകാരിയായിട്ട് മത്സരിച്ച് ജയിച്ചെങ്കിലും സഭ ചേരാത്തോണ്ട് അദ്ദേഹത്തിന് MLA ആകാൻ കഴിഞ്ഞില്ല 65-ൽ. പിന്നെ ഈ വിവേക് ഗോപൻ കഴിഞ്ഞ തവണയും മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ്. റോബിൻ രാധാകൃഷ്ണൻ ഇത്തവണ പുതുമുഖമായിട്ട് വന്ന 19,000 വോട്ടേ കിട്ടിയുള്ളൂ. വിവേക് ഗോപൻ അരുവിക്കരയാണ് മത്സരിച്ചത്, കഴിഞ്ഞ തവണ കുണ്ട്ര മത്സരിച്ചത്. അപ്പോൾ അങ്ങനെ ഈ സെലിബ്രിറ്റികൾ ഒരുപാട് പേര് വന്നു, പക്ഷേ അവർക്കാർക്കും ചലനം ഉണ്ടാക്കാൻ സാധിക്കും. ഇങ്ങനെ ഇത്തരം സെലിബ്രിറ്റി സോഷ്യൽ മീഡിയയിലെ താരങ്ങളെ കൊണ്ടു നിർത്തിയിരുന്ന കാര്യമൊന്നുമില്ല. ഇവരിൽ കുറേ പേർക്ക് എങ്കിലും സാമൂഹ്യ പ്രതിബദ്ധത ഒന്നുമില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഈ ബിഗ് ബോസിലൊക്കെ പോണ പലരും കാശും പ്രശസ്തിയൊക്കെ ലക്ഷ്യമിട്ടാണ്. അവർക്ക് അത്രയേ ഉള്ളൂ. അവർ ആരോ പറഞ്ഞതുപോലെ പണ്ടേ ഏതോ ഒരു ഇത്തരത്തിൽ സെലിബ്രിറ്റി ജനപ്രതിയായി കഴിഞ്ഞാൽ ആരോ ഉദ്ഘാടനത്തിന് വിളിക്കാൻ സർക്കാർ പരിപാടിക്കാണ് പുള്ളി പൈസ വെച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അത് അറിയില്ലായിരുന്നു. പഴയ ഓർമ്മയിൽ എൻ്റെ റേറ്റ് അങ്ങനെയാണെന്ന് പറഞ്ഞ് അപ്പോൾ നല്ല സാറേ ഇത് സർക്കാർ പരിപാടി, നിങ്ങൾ ജനപ്രതിയാണല്ലോ, ക്ഷണിക്കാൻ വന്നാണെന്ന് പറഞ്ഞു. ജനപ്രതിയാണെന്നുള്ള കാര്യം മറന്നുപോയി എന്നാണ്. അപ്പോൾ അതുപോലത്തെ ഒരു അവസ്ഥ ഇവർ പലർക്കും ഉള്ളത്. അത് ഇവരുടെ പലരുടെയും ഈ ലോകത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ചും ഒരു ധാരണ ഈ പലർക്കും ഇല്ലെന്ന് തോന്നിപ്പോയിട്ടുണ്ട് സംസാരിക്കുന്നതാണ്. മുമ്പ് ശ്രീശാന്ത് മത്സരിച്ചിട്ടില്ലേ? തിരുവനന്തപുരത്ത് ശ്രീശാന്ത് മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത്തവണ സഞ്ജു സാംസൺ മത്സരിക്കുമെന്നൊക്കെ പറഞ്ഞ വലിയ എന്തായാലും മാറി. അതൊന്നും ചെയ്യത്തില്ല അദ്ദേഹം. അതൊന്നും അങ്ങനെയൊന്നുള്ള ഒരു പരിപാടിയിലേക്ക്
പോവുകയുമില്ല. എന്തായാലും സെലിബ്രിറ്റികളുടെ സ്റ്റാറ്റസ് കേരള സമൂഹം സ്വീകരിക്കില്ല എന്ന് അവരുടെ കലാപരിപാടിയൊക്കെ എല്ലാവരും ജനങ്ങൾ അംഗീകരിക്കും, അത് കൊള്ളാം നന്നായിട്ടുണ്ടെന്നൊക്കെ പറയും. പക്ഷെ അവർ മത്സരിക്കാൻ വന്ന പക്ഷെ അതേസമയം തമിഴ്നാട്ടിൽ നേരെ തിരിച്ചാണ്. വിജയ് എന്ന് പറയുന്ന നടൻ ഇപ്പം തമിഴ്നാട്ടിലുള്ള നടന്മാരിൽ ഒരു മധ്യവയസ്സായ ഒരു നടൻ. അദ്ദേഹത്തിൻ്റെ ആയ കാലത്ത്, അതായത് ഈ 50-ാം വയസ്സിൽ അദ്ദേഹം ഒരു കക്ഷി രൂപീകരിക്കുന്നു. ആ കക്ഷിയിൽ അദ്ദേഹം എടുക്കുന്ന ഒരു മുതലെടുപ്പുണ്ട്. ആ ഒറ്റ ഇതിൽ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു. DMKയ്ക്കും AIADMKയ്ക്കും ബദലായിരുന്നു അവർ ആഗ്രഹിച്ചത്. അത് വന്നു ചേർന്നു. അതാണ് സംഭവിച്ചത്. പക്ഷെ കേരളത്തിൽ ഇപ്പം അഖിൽമാരാർ, അതുപോലെ റോബിൻ രാധാകൃഷ്ണൻ, അഞ്ജലി നായർ, പിന്നെ ഇടയ്ക്ക് 1-2 സിനിമാ താരങ്ങളെ നിർത്തിയായിരുന്നു. അവർക്ക് പിന്നെ ചിലർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല, അതുപോലെ അറിഞ്ഞാത്തവരാണ് സ്ഥാനാർത്ഥിയാക്കി നോക്കുക. എൻ്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് പോലും അറിയാൻ പാടില്ലാത്തവരെ സ്ഥാനാർത്ഥിയാക്കി. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളത്തിൽ ഇതൊക്കെ മോശമാണ്. കലാകാരന്മാരെ മത്സരിക്കണമെങ്കിൽ കുഴപ്പമില്ല, അവർ മത്സരിച്ചോട്ടെ. പക്ഷേ അതിന് അർഹത കൊടുക്കുന്നത് ധാരണയുള്ള ആളെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കണം. അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. എന്തായാലും നമ്മുടെ സെലിബ്രിറ്റികളിൽ ഒരാളെങ്കിലും ജയിച്ചു എന്നുള്ളത് ആശ്വാസം.